ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യനും റിവ്യൂ ക്വസ്റ്റ്യൻസുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഓതർ ഫീൽ ഹാപ്പി? എന്തുകൊണ്ടാണ് ഓതർ ഫീൽ ഹാപ്പി സന്തോഷവാനായത്? എന്തുകൊണ്ടാണ് ഓതർ സന്തോഷവാനായത്? ഓതർ ഇവിടെ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ ഓതർ സന്തോഷവാനായത്? ആൻസർ, ദ ഓതർ ഫെൽറ്റ് ഹാപ്പി ബിക്കോസ് ഹി ഹാഡ് ബിക്കം ദ ഓണർ ഓഫ് എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് ദിസ് വൈഡ് എർത്ത്. ദ ഓതർ ഫീൽ ഹാപ്പി, ഓതർ വളരെയധികം സന്തോഷവാനായി. ബിക്കോസ് കാരണം ഹി ഹാഡ് ബിക്കം ദ ഓണർ ഓഫ് എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് ദിസ് വൈഡ് എർത്ത്. ഈ വിശാലമായ ഭൂമിയുടെ ഒരു ചെറിയ കഷ്ണത്തിൻ്റെ ഓണറായപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷവാനായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബട്ട് ദെൻ കെയിം ദ ട്രെസ്പാസേഴ്സ്. ഹൂ വർ ദ ട്രെസ്പാസേഴ്സ്? ട്രെസ്പാസേഴ്സ് മീൻസ് അനുവാദമില്ലാതെ കടന്നു വന്നവർ, പ്രവേശിച്ചവർ, അതുപോലെ തന്നെ അതിക്രമിച്ചു കയറി വന്നവർ എന്നൊക്കെ പറയാം ട്രെസ്പാസേഴ്സ്. ബട്ട് ദെൻ കെയിം ദ ട്രെസ്പാസേഴ്സ്. പക്ഷേ അവിടേക്ക് ട്രെസ്പാസേഴ്സ് വന്നു. ഹൂ ആർ ദ ട്രെസ്പാസേഴ്സ്? ആരൊക്കെയായിരുന്നു അതിക്രമിച്ചു കയറി വന്നവർ? ആൻസർ, ദ ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ക്രോസ് ആൻഡ് ഹോക്സ് വർ ദ ട്രെസ്പാസേഴ്സ്. പക്ഷികളും, ദ ബേർഡ്സ്, ബട്ടർഫ്ലൈസ് പൂമ്പാറ്റകളും കാക്കകളും, ആൻഡ് ഹോക്സ് മീൻസ് പരുന്ത്, ഹോക്സ് പരുന്തുകളും were the trespassers. അവരായിരുന്നു അതിക്രമിച്ചു കയറി വന്നവർ. Then third question, why did the author call the birds and butterflies trespassers? എന്തുകൊണ്ടാണ് ഓതർ ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് പക്ഷികളെയും പൂമ്പാറ്റകളെയും ട്രെസ്പാസേഴ്സ് എന്ന് വിളിച്ചത്, അതിക്രമിച്ചു കയറി വന്നവർ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? ആൻസർ, the author called the birds and butterflies trespassers because in spite of the fence and watchdog, they flew into the author's property without his permission. The author called the birds and butterflies trespassers. Author ബേഡ്സിലെയും പക്ഷികളെയും പൂമ്പാറ്റകളെയും അതിക്രമിച്ചു കയറി വന്നവർ എന്ന് വിളിച്ചതിനുള്ള കാരണം, ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫെൻസ് ആൻഡ് വാച്ച് ഡോഗ് ദേ ഫ്ലൂ ഇൻ ടു ദ ഓതേഴ്സ് പ്രോപ്പർട്ടി വിത്തൗട്ട് ഹീസ് പെർമിഷൻ. അതായത് വാച്ച് ഡോഗിൻ്റെ പേരെന്തായിരുന്നു? ഷാൻ എന്ന വാച്ച് ഡോഗ് ഉണ്ടായിട്ടും ഫെൻസ് മീൻസ് വേലി, ഒരു ബൗണ്ടറിയിൽ ഒരു വേലി ഉണ്ടായിക്കില്ല. ആ വേലി ഉണ്ടായിട്ട് പോലും ഈ ബേർഡ്സും ബട്ടർഫ്ലൈസും ഓതറിൻ്റെ അനുവാദം കൂടാതെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി വന്നുകൊണ്ടാണ് അവയെ ട്രെസ്പാസേഴ്സ് എന്ന് വിളിച്ചത്. Then they did not seem to care for anyone in the world, not even the government. അവർ ആരെയും ഭയപ്പെട്ടിരുന്നില്ല, ഈ ലോകത്തിലെ ആരെയും തന്നെ അവർ ഭയപ്പെട്ടിരുന്നില്ല. നോട്ട് ഈവൻ ദ ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റിനെ പോലും അവർ ഭയപ്പെട്ടിരുന്നില്ല. Once more, answer, the author called the birds and butterflies trespassers because in spite of the fence and watchdog, they flew into the author's property without his permission. They did not seem to care for anyone in the world, not even the government. Okay, the next question നോക്കാം. Then fourth question, which words are used by the author to describe the cobra? മൂർഖൻ പാമ്പിനെ വിശേഷിപ്പിക്കാൻ, ഡിസ്ക്രൈബ് ചെയ്യാൻ, വിവരിക്കാൻ വേണ്ടിയിട്ട് വിച്ച് വേർഡ്സ് ആർ യൂസ്ഡ് ബൈ ദ ഓതർ? ഏതൊക്കെ വേർഡ്സാണ് ഓതർ ഉപയോഗിച്ചിട്ടുള്ളത്? ആൻസർ, എ ഫിയർസ് ക്രിയേച്ചർ വിത്തൗട്ട് പോസ് ഓർ മീൻസ്. എ കോബ്ര. ഫസ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത് കോബ്രയെ കുറിച്ചിട്ട്? എ ഫിയർസ് ക്രിയേച്ചർ വിത്തൗട്ട് പോസ് ഓർ വിങ്സ്. ഒരു പേടിപ്പെടുത്തുന്ന ഭയാനകമായ ഒരു ജീവി, വിത്തൗട്ട് പോസ് ഓർ വിങ്സ്, ഒരു നഖമോ ചിറകുകളോ ഒന്നുമില്ലാത്തൊരു ജീവി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഡിഗ്നിഫൈഡ് മജസ്റ്റിക് ഇറ്റ്സ് ഹുഡ് സ്പ്രെഡ് ഔട്ട്. ഇനി എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? ഡിഗ്നിഫൈഡ്, അന്തസ്സോടുകൂടി, മജസ്റ്റിക്കുമാണ്, വളരെ രാജകീയമായതുമാണ്. ഇറ്റ്സ് ഹുഡ് സ്പ്രെഡ് ഔട്ട്, അതതിൻ്റെ രാജകീയമായി അതിൻ്റെ ഹുഡ് മീൻസ് അതിൻ്റെ പത്തി വിടർത്തി. ഇറ്റ്സ് ഹുഡ് സ്പ്രെഡ് ഔട്ട്. ഈ വേർഡ്സ് ഒക്കെയാണ് ഈ കോബ്രയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഫിയേഴ്സ് ക്രിയേറ്റർ വിത്തൗട്ട് പോസ് ഓർ വിങ്സ്, എ കോബ്ര, ഡിഗ്നിഫൈഡ്, മജസ്റ്റിക്, ഇറ്റ്സ് ഹുഡ് സ്പ്രെഡ് ഔട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ബട്ട് വേർ കുഡ് ഇറ്റ് ഗോ? Why didn't the cobra go to some other place?
ബട്ട് വേർ കുഡ് ഇറ്റ് ഗോ, പിന്നെ ഇത് എങ്ങോട്ട് പോകും, പിന്നെ അതിനെ എങ്ങോട്ട് പോകാൻ കഴിയും? വൈ ഡിഡിൻറ്റ് ദ കോബ്ര ഗോ ടു സം അതർ പ്ലേസസ്, എന്തുകൊണ്ടാണ് കോബ്രയ്ക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയാത്തത്? Answer: the cobra could not to go some other place because the whole earth had been taken over by man bit by bit. The cobra could not go some other place. കോബ്രയ്ക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാൻ കഴിയില്ല, കാരണം the whole earth had been taken over by man bit by bit. Bit by bit means കഷ്ണം കഷ്ണമായിട്ട് ഉള്ള അർത്ഥമാണ് ബിറ്റ് ബൈ ബിറ്റ്. അതായത് ഈ ഹോൾ എർത്ത്, നമ്മുടെ മുഴുവൻ ഭൂമിയും ഹാഡ് ബീൻ ടേക്കൺ ഓവർ ബൈ മാൻ ബിറ്റ് ബൈ ബിറ്റ്. ഓരോ കഷ്ണങ്ങളായിട്ട് മുഴുവൻ ഭൂമിയും മനുഷ്യൻ കീഴടക്കി വെച്ചിരിക്കുകയാണ്. അതായത് കോബ്രയ്ക്ക് മറ്റ് പ്രദേശങ്ങളിലൊന്നും പോകാൻ കഴിയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മുഴുവൻ ഭൂമിയുടെയും ഓരോരോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഓരോ മനുഷ്യരും കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ. Our sixth question is, why did God create a variety of things in this universe? എന്തുകൊണ്ടാണ് God create variety of things in this universe? Universe means പ്രപഞ്ചം. God create variety of things in this universe. എന്തുകൊണ്ടാണ് ദൈവം variety of things, വളരെ വ്യത്യസ്തമാർന്ന വസ്തുക്കൾ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? Answer: the God created a variety of things in this universe like fruits, edible roots, grass, grain, water, etc. ദൈവം വളരെ വ്യത്യസ്തമാർന്ന വസ്തുക്കൾ ഈ യൂണിവേഴ്സിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ലൈക്ക് എക്സാമ്പിൾ പറയാണ്, ഫ്രൂട്ട്സ് പഴങ്ങളുണ്ട്, എഡിബിൾ റൂട്ട്സ് ഉണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്, ഗ്രാസ് പുല്ല്, ഗ്രെയിൻ ധാന്യങ്ങൾ, വാട്ടർ വെള്ളം, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ദ ക്രിയേച്ചേഴ്സ്, എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനാണ്. സർവൈവൽ മീൻസ് നിലനിൽപ്പ്. ഫോർ ദ സർവൈവൽ ഓഫ് ദ ഓൾ ദ ക്രിയേച്ചേഴ്സ്, എല്ലാ ജന്തു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഗോഡ് ഈ വെറൈറ്റീസ് ഓഫ് തിങ്സ് സൃഷ്ടിച്ചിട്ടുള്ളത്. ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്, ബേർഡ്സ്, ബീസ്റ്റ്, reptiles and insects to have a right to these things. ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീങ്സിനും മാത്രമല്ല, മനുഷ്യർക്കും മാത്രമല്ല, ബേർഡ്സ്, ബീസ്റ്റ്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും, റെപ്റ്റൈൽസ്, ഇഴജന്തുക്കൾക്കും, ആൻഡ് ഇൻസെക്ട്സ് ടു ഹാവ് എ റൈറ്റ് ടു ദിസ് തിങ്സ്. ഈ വസ്തുക്കളിലൊക്കെ ചെറിയ പ്രാണികൾക്ക് പോലും ഇതിൽ അവകാശമുണ്ട്. ഇതിൽ മനുഷ്യന് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും ചെറിയ പ്രാണികൾക്ക് പോലും ഈ തിങ്സിലെല്ലാം അവകാശമുണ്ട്. വൈ ഡിഡ് ദ ഓതർ തിങ്ക് ഓഫ് എ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്? എന്തുകൊണ്ടാണ് ഓതർ ഒരു ശാസ്ത്രീയപരമായ രീതിയിലുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചത്? ദ ഓതർ തോട്ട് ഓഫ് എ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ് സോ ദാറ്റ് മാൻ വുഡ് ബി ഏബിൾ ടു ലിവ് വിത്തൗട്ട് കില്ലിങ് എനി ലിവിങ് ക്രിയേച്ചർ. There would be perfect harmony among the living things. The answer: the author thought of a scientific living or that man would be able to live without killing any living creature. ഓതർ ശാസ്ത്രീയപരമായ രീതിയിലുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചത് ഒരു ജന്തുജീവജാലങ്ങളെയും കൊല്ലാതെ തന്നെ മനുഷ്യന് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദർ വുഡ് ബി പെർഫെക്റ്റ് ഹാർമണി എമംഗ് ദ ലിവിങ് തിങ്സ്. അങ്ങനെയാകുമ്പോൾ എന്താണ് ഉണ്ടാവുക? എല്ലാവർക്കും ഇടയിലും, എല്ലാ ലിവിങ് തിങ്സിൻ്റെ ഇടയിലും ഒരു ഒത്തൊരുമ, ഒരു ഐക്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു ഹാർമണി, ഒരു പെർഫെക്റ്റ് ഹാർമണി എല്ലാവർക്കിടയിലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ് കുറിച്ച് ചിന്തിച്ചത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. Who were destroying the coconuts? ആരായിരുന്നു കോക്കനട്ട്സ് ഒക്കെ നശിപ്പിച്ചു കൊണ്ടിരുന്നത്? Who were destroying the coconuts? The bats were destroying the coconuts. ആരായിരുന്നു? ബാറ്റ്സ്, വവ്വാലുകളായിരുന്നു കോക്കനട്ട്സ് എല്ലാം നശിപ്പിച്ചിരുന്നത്. The 9th question. The gun is a symbol of cruelty. What does the author say about the guns? Gun ക്രൂവൽറ്റിയുടെ സിംബലാണ്, ക്രൂരതയുടെ പ്രതീകമാണ് ഗൺ. വാട്ട് ഡസ് ദ ഓതർ സേ അബൌട്ട് ദ ഗൺസ്? എന്താണ് ഓതർ ഗണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഡസ് ദ ഓതർ സേ അബൌട്ട് ദ ഗൺസ്? എന്തായിരുന്നു കൂട്ടുകാർ ഓർമ്മിക്കുന്നുണ്ട്? എന്തായിരുന്നു ഗണ്ണിനെ കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്? ആൻസർ: ദ ഓതർ സേസ് ദാറ്റ് ഗൺ ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്. ഗണ്ണ് ഒരിക്കലും കണ്ടുപിടിക്കേണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഗണ്ണിനെ കുറിച്ച് പറഞ്ഞത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Where were the bats found in large numbers? എവിടെയായിരുന്നു ധാരാളം എണ്ണം, അതായത് ഒരുപാട് എണ്ണം ബാറ്റ്സിനെ കണ്ടെത്തിയത് എവിടെയായിരുന്നു? Is the answer. The bats were found in large number on a pair of banyan trees next to the old temple. പഴയ ടെമ്പിളിനടുത്ത് അമ്പലത്തിനടുത്ത് ബനിയൻ ട്രീസിലാണ് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ബാറ്റ്സിനെ കണ്ടെത്തിയത്. Then 11th question, why did the people not allow them to kill the bats? എന്തുകൊണ്ടാണ് ജനങ്ങൾ ബാറ്റ്സ് മീൻസ് വവ്വാലുകളെ കൊല്ലാൻ അനുവദിക്കാതിരുന്നത്? നോട്ട് അലോ മീൻസ് അനുവദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? യെസ്, ഡു യു നോ ദ ആൻസർ? Yes, the people did not allow them to kill the bats because it was believed that bats were the souls of their ancestors. The people did not allow them to kill the bats. അവിടുത്തെ ജനങ്ങൾ ആ ബാറ്റ്സിനെ കൊല്ലാൻ അനുവദിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ it was believed the bats were the soul of their ancestors. അവരെന്താണ് വിശ്വസിക്കുന്നത്? എന്താണ് അവർ വിശ്വസിക്കുന്നത്? അത് ഈ ബാറ്റ്സ് അവരുടെ ആൻസസ്റ്റേഴ്സ് മീൻസ് പൂർവികർ, അവരുടെ പൂർവികരുടെ ആത്മാവാണ് ഈ ബാറ്റ്സ് എന്നവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ബാറ്റ്സിനെ കൊല്ലാൻ അനുവദിക്കാതിരുന്നത്. ആൻസർ, the people did not allow them to kill the bats because it was believed that bats were the souls of their ancestors. Set of questions നോക്കൂ. Let's revisit the story. First question, they did not seem to care for anyone in the world, not even the government. Who are the they referred to? Question, they did not seem to care for anyone in the world, not even the government. അവർ ആരെയും തന്നെ ഭയപ്പെട്ടിരുന്നില്ല, ലോകത്തിലെ ആരെയും തന്നെ അവർ ഭയപ്പെട്ടിരുന്നില്ല. നോട്ട് ഈവൻ ദ ഗവൺമെൻറ്റിനെ പോലും. ഹു ആർ ദ ദേ റിഫേർഡ് ടു? ഇവിടെ ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? റഫ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആരെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദേ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? ആൻസർ, ഹിയർ ദേ റിഫർ ടു ദ ട്രെസ്പാസേഴ്സ്. ഇവിടെ ദേ എന്ന് ഉദ്ദേശിച്ചിരുന്നത് ട്രെസ്പാസേഴ്സിനെയാണ്, അതിക്രമിച്ചു കയറി വന്നവരെ ആണ് ഇവിടെ ദേ എന്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആരൊക്കെയായിരുന്നു ട്രെസ്പാസേഴ്സ്? ദ ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ക്രോസ് ആൻഡ് ഹോക്സ്. പക്ഷികളും പൂമ്പാറ്റകളും ക്രോസ് കാക്കകളും ആൻഡ് ഹോക്സ്. ഇവിടെ ട്രെസ്പാസേഴ്സിനെയാണ് ദേ എന്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ട്രെസ്പാസേഴ്സ് ആരൊക്കെയാണ്? ദ ബേർഡ്സും ബട്ടർഫ്ലൈസും ക്രോസ് ആൻഡ് ഹോക്സ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next, second question, God has made them for all the creatures and we had better remember that occasionally. What message do you get from the given statement? God has made them for all the creatures and we had better remember that occasionally. എന്താണ് പറയുന്നത്? ഗോഡ് എല്ലാ വസ്തുക്കളും എല്ലാവർക്കും വേണ്ടി, എല്ലാ സൃഷ്ടികൾക്കും വേണ്ടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആൻഡ് വി ഹാഡ് ബെറ്റർ റിമെമ്പർ ദാറ്റ് ഒക്കേഷൻലി. നമ്മൾ വല്ലപ്പോഴുമൊക്കെ അത് ഓർമ്മിക്കുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് മെസ്സേജ് ഡു യു ഗെറ്റ് ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്? ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലൂടെ നൽകുന്ന മെസ്സേജ്, സന്ദേശം എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? ആൻസർ, God has created a variety of things in the universe for all the living beings. എല്ലാ ജന്തുജീവജാലങ്ങൾക്കും വേണ്ടിയാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും വളരെ വ്യത്യസ്തമാർന്ന വെറൈറ്റി ഓഫ് തിങ്സ് ഗോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മാൻ കനോട്ട് ബി സെൽഫിഷ് ബൈ പ്രിറ്റൻഡിങ് ദാറ്റ് ഹി അലോൺ ഹാസ് ദ റൈറ്റ് ടു ദസ് തിങ്സ്. All living creatures are our fellow beings and they have as much right to live on the earth as man has. God has created a variety of things in this universe. God ഒരുപാട് വ്യത്യസ്തമാർന്ന വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു. ഫോർ ഓൾ ദ ലിവിങ് ബീയിങ്, എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ജൈവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ്. മാൻ കനോട്ട് ബി സെൽഫിഷ് ബൈ പ്രിറ്റൻഡിങ് ദാറ്റ് ഹി അലോൺ ഹാസ് ദ റൈറ്റ് ടു ദസ് തിങ്സ്. ആ വസ്തുക്കളിലൊക്കെ മനുഷ്യന് മാത്രമേയാണ് അവകാശമുള്ളതെന്ന് ഒരിക്കലും സെൽഫിഷായിട്ട് മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല. ഓൾ ലിവിങ് ക്രിയേച്ചേഴ്സ് ആർ അവർ ഫെല്ലോ ബീയിങ്സ്. എല്ലാ ജന്തുജീവജാലങ്ങളും നമ്മളുടെ സഹജീവികളാണ്, ഫെല്ലോ ബീയിങ്സ് ആണ്. And they have as much right to live on the earth as man has. മനുഷ്യനുള്ള അതേപോലത്തെ അവകാശം ഭൂമിയിൽ ആർക്കുമുണ്ട്? എല്ലാ ഫെല്ലോ ബീയിങ്സിനും, അതായത് എല്ലാ സഹജീവികൾക്കും, ലിവിങ് ക്രിയേച്ചറിനും നമ്മളുടെ മനുഷ്യരുടെ പോലെ തന്നെ അവകാശം, ഭൂമിയിലുള്ള അവകാശം അവർക്കുമുണ്ട്.
Answer: God has created a variety of things in this universe for the all living being. Man cannot be selfish by pretending that he alone has the right to these things. All living creatures are our fellow beings and they have as much right to live on the earth as man has. And third question. We can shoot the bats, the foxes and the polycats with a gun. Do you think what author's wife says is right? If so, justify your answer. We can shoot the bats, the fox and the polycats with a gun. നമുക്ക് ഫോക്സിനെയും കുറുക്കന്മാരെയും ബാറ്റ്സ് വവ്വാലുകളെയും പോളിക്കാറ്റ്സിനെയൊക്കെ ഗൺ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യാം. ഡു യു തിങ്ക് വാട്ട് ദ ഓതേഴ്സ് വൈഫ് സേസ് റൈറ്റ്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഓതേഴ്സിൻ്റെ, അതായത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അത് ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് സോ ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങൾ ശരിയാണെന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം, അതിനെ ന്യായീകരിച്ചുകൊണ്ട് എഴുതാം. ഇസ് നോ ആണെങ്കിൽ ആൻസർ എന്ത് ചെയ്യണം? അതിനെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾ ഉത്തരം എഴുതണം. ഓക്കെ, എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? നിങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയുടെ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ലല്ലേ? നമുക്ക് എഴുതി നോക്കാം. നോ, ഐ ഡോണ്ട് എഗ്രി വിത്ത് ഹെർ. ഞാൻ അവളുമായിട്ട് യോജിക്കുന്നില്ല, അതായത് ബഷീറിൻ്റെ ഭാര്യയുടെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. വി ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു കിൽ ദ ആനിമൽസ് ഫോർ അവർ സെൽഫിഷ്. നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവരെ കൊല്ലാൻ, അതായത് ആനിമൽസിനെ, ജീവികളെ കൊല്ലാൻ നമുക്ക് യാതൊരുവിധ അവകാശവുമില്ല. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ഓൾ തിങ്സ് ഇൻ ദിസ് വേൾഡ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. ഗോഡ് എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചിട്ടുള്ളത്, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ച് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്, എല്ലാ ജന്തുജീവജാലങ്ങൾക്കും വേണ്ടിയാണ്. സോ വി ഡോണ്ട് എനി റൈറ്റ് ടു ഹേർട്ട് എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. അതുകൊണ്ട് തന്നെ ഈ വേൾഡിലുള്ള ഒന്നിനെയും ഹേർട്ട് ചെയ്യാൻ നമ്മൾക്ക് റൈറ്റ് ഇല്ല, ഒരു അവകാശവും ഇല്ല എന്നാണ് പറയുന്നത്. അല്ലേ കൂട്ടുകാരെ? നിങ്ങളും എഗ്രി ചെയ്യുകയല്ലേ ചെയ്യുന്നത്? സോ no, I don't agree with her. We don't have any right to kill the animals for our selfish. God has created all things in this world for all living beings. So we don't have any right to hurt anything in this world. നമുക്ക് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ ഈ വീഡിയോയിലൂടെ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും റിവ്യൂ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായി നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.